എൻ്റെ പൊന്നാല എവിടെ ഇരുന്ന് എൻ്റെ ഫോണിന് എന്താ പറ്റി? എത്ര വിളിച്ചു ഞാൻ? എടാ ഫോൺ ചാർജ് ചെയ്തിരുന്ന് സ്വിച്ച് ഓഫ് ആയി. ഞാനൊരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നല്ലോ. എത്ര നേരം ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എടാ അല്ല, നീ വല്ല അറിഞ്ഞായിരുന്നോ? എന്ത്? എടാ അവള് വേറെത്തിൻ്റെ മുമ്പ് പോയടാ. ആ ആ ഇനിയാണ് എനിക്ക് പറയാനുള്ളത്. അന്ന് ഞാൻ നിന്നോട് എന്താ നിന്നോട് പറഞ്ഞേ? നീ എന്താ പറഞ്ഞ പെൺകുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കണം, അവരെ അങ്ങനെയുള്ള കെയർ ചെയ്യേണ്ടത്, ഞങ്ങൾ പാർട്ണർഷിപ്പ് വേറെയാണ്. എടാ അന്നേ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ അവൾ പോകും. അവൾ പോയില്ലേലേ അത്ഭുതമുള്ളൂ. എന്തൊക്കെയായിരുന്നു നിൻ്റെ? ട്രിപ്പിന് വിടുന്നു, കൊണ്ടുപോകുന്നു, ഒറ്റയ്ക്ക് യാത്ര വിടുന്നു. അവിടെ ബെസ്റ്റ് ഉണ്ടല്ലോ. അവൻ്റെ പേര് പ്രച്ഛന്നനോ? അവൻ്റെ പേര് ദിബേഷ്. അവൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഞാൻ കാണുന്നുണ്ട്. പാവാട അവൻ്റെ കൂടെ ആയിരിക്കും പോയ പന്നി. അതൊക്കെ എൻ്റെ കുട്ടി. ഞാൻ പോകണ്ടെന്ന് പറഞ്ഞാൽ അവൾ പോവില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു സംഭവം, അവളെന്നെ വിളിച്ചു പറഞ്ഞു നമുക്കിതൊക്കെ നിർത്താമെന്ന്. ഞാൻ പറഞ്ഞു ഇത് നിർത്തിയാൽ നീ വിവരം അറിയുമെന്ന് പറഞ്ഞു. 2 ദിവസം ഇന്നലെ വിളിച്ചിട്ട് കിട്ടില്ല. കർണാടക മറ്റേ അവളുടെ മാമൻ്റെ നൂലുകെട്ടുണ്ട്, അതിന് പോയേക്കോ. എൻ്റെ പൊന്നു ചങ്ങായി, ഞാനൊന്ന് പറയണ കേക്ക്. ആ നീ പറ കേക്കട്ടെ. എടാ പോയത് ദിവ്യല്ല, നിന്റെ പ്രിയപ്പെട്ട കാമുകി ഉണ്ടല്ലോ അശ്വതി, അവളാണ് പോയത്. അവള് കർണാടകയിൽ നൂല് കെട്ടാൻ പോയതല്ല, നേരത്തെ പറഞ്ഞ ദീപേഷ് ഉണ്ടല്ലോ അവൻ്റെ കൂടെ താലി കെട്ടാൻ പോയതാണ്. നീ കണ്ടോ, ഞാൻ അവളെ അനിയത്തിനെ വിളിക്കും. എന്നിട്ട് നീ പറഞ്ഞാൽ അവൾക്ക് ആവശ്യത്തിലധികം പിഴം കൊടുക്കും. എടാ നീ എന്തിനാടാ എന്നെ തല്ലുന്ന്? എടാ ഈ ഫ്രീഡം എന്ന് പറഞ്ഞ സാധനം അത് ഒരാൾ കൊടുക്കേണ്ട സാധനമല്ല. ആരും നിൻ്റെ അടിമയല്ല. നീ ഒന്നും ഒരു കാലത്ത് നന്നാവില്ലടാ നാറി.